ഉറക്കെ പറയാം, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തുതി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നാം ഇപ്രകാരം കാണുന്നു. യേശു ആത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്തുതിക്കുവാനായിട്ടാണ് നമ്മൾ ഈ നിമിഷം ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തെ നമുക്ക് ശാന്തമാക്കാം. നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം നമുക്ക് അടയ്ക്കാം. ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ഒരുങ്ങുന്ന നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള പാപത്തിന്റെ എന്തെങ്കിലും ബന്ധനം എൻ്റെ ഹൃദയത്തിലുണ്ടോ? യേശുവിന്റെ തിരുസന്നിധിയിൽ നമുക്ക് ക്ഷമ ചോദിക്കാം. പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. ഈശോയെ, നിന്റെ തിരുസന്നിധിയിൽ നിന്നെ സ്തുതിക്കുവാനായിട്ട് ഞാൻ യോഗ്യയല്ല എന്ന് നമുക്ക് ഏറ്റുപറയാം. നമുക്കും ഈശോയെ പോലെ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ഒരുങ്ങാം. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് സ്തുതികൾ ഉയരട്ടെ. ഈ കൂട്ടായ്മയിലൂടെ ദൈവത്തെ സ്തുതിക്കുന്ന നിമിഷങ്ങളിൽ കർത്താവിന്റെ വലിയ സ്നേഹം കൊണ്ട് നമ്മൾ നിറയും. ആത്മാവ് കടന്നു വരുന്ന നിമിഷമാണ് ഈ സ്തുതിയുടെ നിമിഷങ്ങൾ. സർവം മറന്നുകൊണ്ട് ആത്മാവിൽ ജ്വലിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. തിരുവചനം പറയുകയാണ്, അവർ ആത്മാവിൽ ആനന്ദിച്ച് പാടി സ്തുതിക്കുവാനായിട്ട് തുടങ്ങിയപ്പോഴും കർത്താവ് അവർക്കെതിരെ കെണിയൊരുക്കിയെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ നിറഞ്ഞ് സ്തുതിക്കുമ്പോഴും കർത്താവ് നമ്മുടെ ശത്രുക്കളെയെല്ലാം തുടച്ചു നീക്കും. ഇന്നെന്താണോ എൻ്റെ ശത്രു? ഒരു നിമിഷം നമുക്ക് ചിന്തിച്ചു നോക്കാം. നമ്മുടെ ശത്രു ഒരുപക്ഷെ നമ്മുടെ രോഗമായിരിക്കാം, അല്ലെങ്കിൽ നമ്മെ അലട്ടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം, അതുമല്ലെങ്കിൽ ഭർത്താവിന്റെ മദ്യപാനമോ കുടുംബത്തിലെ വഴക്കോ സ്നേഹമില്ലാത്ത അവസ്ഥയോ എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ. ഒരു നിമിഷം ചിന്തിച്ചു നോക്കാം. ഇന്നെന്നെ അലട്ടുന്ന അസ്വസ്ഥത അല്ലെങ്കിൽ എൻ്റെ ശത്രു എന്താണ്? ആ ശത്രുവിനെ ഈ നിമിഷം ദൈവതൃക്കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മെ വേദനിപ്പിക്കുന്ന ആ അവസ്ഥയെ വെച്ചു കൊടുത്തുകൊണ്ട് എല്ലാം മറന്ന് നമുക്ക് സ്തുതിക്കാം. നമ്മുടെ കരങ്ങൾ നമുക്ക് സ്വർഗത്തിലേക്ക് ഉയർത്താം. യേശുവിന്റെ നാമത്തിലെ എല്ലാ ബന്ധനങ്ങളും ഇപ്പോൾ അഴിഞ്ഞു പോകും. സ്വതന്ത്രമായി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ ആത്മാവേ കടന്നു വരണമേ. ശക്തിയുടെ ആത്മാവേ കടന്നു വരണമേ. സ്വർഗത്തിന്റെ ആത്മാവേ കടന്നു വരണമേ. എല്ലാ ഹൃദയങ്ങളും തുറക്കപ്പെടട്ടെ. എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ. യേശുവിന്റെ ആത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയങ്ങളെ തുറക്കുന്നവനെ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. നമുക്ക് ഗായകരോട് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കുവാനായിട്ട് ഒരുങ്ങാം. സ്വർഗ്ഗങ്ങൾ സൃഷ്ടിച്ചവനെ നാഥൻ സ്തുതിച്ചവോ. പാതനെയും പുത്രനെയും പരിശുദ്ധാത്മനെയും ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവ തിരുസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കരങ്ങൾ താളത്തിലടിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തെ പാടി ആരാധിക്കാം.
ചുണ്ടുകളിൽ പോലും സ്തുതികൾ നിറച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. കുഞ്ഞുങ്ങൾ ചുണ്ടുകളിൽ പോലും സ്തുതികൾ നിറച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. കൈകളിൽ നാഥൻ സ്തുതിച്ചുയർത്തിയതോ ഉന്നതനെ ആരാധിക്കുന്നു. കൈകളിൽ നാഥൻ സ്തുതിച്ചുയർത്തിയപ്പോൾ ഞാനുമിതാ ഉന്നതനെ ആരാധിക്കുന്നു. സ്വർഗ്ഗസ്ഥിതനാം താതനെ നാഥൻ ആരാധിച്ചതുപോലെ സ്വർഗ്ഗങ്ങൾ സൃഷ്ടിച്ചവൻ നാഥൻ സ്തുതിച്ചവോ. താതനെയും പുത്രനെയും പരിശുദ്ധാത്മനെയും ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നാം ഈ പ്രകാരം കാണുന്നു. അപ്പസ്തോല ഗണം മുഴുവനും സന്തോഷിച്ച് കരഘോഷം മുഴക്കി ഇസ്രയേലിന്റെ നാഥനെ സ്തുതിച്ചു. നമുക്കും ഇസ്രയേലിന്റെ നാഥനെ സ്തുതിച്ച് ആരാധിക്കാം. ഈ സ്തുതിയുടെ നിമിഷങ്ങളിൽ കർത്താവ് കടന്നു വരുന്ന നിമിഷമാണിത്. അതെ, ഇസ്രയേലിന്റെ നാഥൻ ഇതാ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് നോക്കുന്നു. തന്റെ പ്രിയപ്പെട്ട മക്കള് തന്നെ സ്തുതിക്കുന്നത് കാണുമ്പോഴും അവിടുന്ന് സന്തോഷത്താൽ നിറഞ്ഞ് ആത്മാവിൽ ആനന്ദിച്ച് നമ്മളെ അനുഗ്രഹിക്കുന്ന നിമിഷമാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ സ്തുതിച്ചുകൊണ്ട് ഗായക സംഘത്തോട് ചേർന്ന് നമുക്കും പാടാം. നമ്മുടെ മുന്നിലിതാഘോഷം മുഴക്കിടാം, അവനെ സ്തുതിച്ചിടാം. നമ്മുടെ മുമ്പിലാഘോഷം മുഴക്കിടാം, അവനെ സ്തുതിച്ചിടാം. യോഗന്നാൽ മരുഭൂമിൽ കത്തിക്കളിച്ചതുപോൽ യേശുവിനാൽ നമുക്കുമെന്നും കത്തിക്കളിച്ചിടാം. യോഗന്നാൽ മരുഭൂമിൽ കത്തിക്കളിച്ചതുപോൽ യേശുവിനാൽ നമുക്കുമെന്നും കത്തിക്കളിച്ചിടാം. സ്വർഗ്ഗസ്ഥിതനാം താതനെ നാഥൻ ആരാധിച്ചതുപോൽ ഭൂസ്വർഗ്ഗങ്ങൾ സൃഷ്ടിച്ചവനെ നാഥൻ സ്തുതിച്ചതുപോൽ താതനെയും പുത്രനെയും പരിശുദ്ധാത്മനെയും ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. സ്വർഗ്ഗസ്ഥിതനാം താതനെ നാഥൻ ആരാധിച്ചതുപോൽ ഭൂസ്വർഗ്ഗങ്ങൾ സൃഷ്ടിച്ചവനെ നാഥൻ സ്തുതിച്ചതുപോൽ താതനെയും പുത്രനെയും പരിശുദ്ധാത്മനെയും ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. സങ്കീർത്തകൻ പറയുകയാണ്, മനുഷ്യ മക്കളുടെ നന്ദി നിറഞ്ഞ മനസ്സോടെയുള്ള ദൈവസ്തുതികൾ ദൈവത്തിന് കാളയെയും കാളക്കൂറ്റനെയും ബലിയർപ്പിക്കുന്നതിനേക്കാൾ പ്രീതികരമാണെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, തൻ്റെ മക്കളുടെ ദൈവസ്തുതികൾ, ദൈവത്തെ തൻ്റെ മക്കൾ ആത്മാർത്ഥമായി മനസ്സ് തുറന്ന് സ്തുതിക്കുന്നത് കാണുന്നതാണ് ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ളത്. തിരുവചനം പറയുന്നു, ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ളത് മക്കളുടെ ദൈവസ്തുതികളാണെന്ന്. നമുക്കുള്ളിൻ്റെ ഉള്ളിൽ സ്തുതിക്കാം. ഇന്ന് ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന എൻ്റെ ആവശ്യം എന്താണോ ആ ആവശ്യത്തെ തമ്പുരാന്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം. എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ, അത് കർത്താവിന്റെ കരങ്ങളിലേക്ക് വെച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ടും ഹൃദയത്തിൽ സ്തുതിക്കുക. ഈ സ്തുതിയുടെ നിമിഷങ്ങളിൽ നമ്മുടെ സർവ്വ ബന്ധനങ്ങളും അഴിഞ്ഞു പോകും. നമ്മളെ വരിഞ്ഞു മുറുക്കുന്ന എല്ലാ ചങ്ങലുകളും പൊട്ടിപ്പോകും. ഇതുവരെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്ത എല്ലാ തടസ്സങ്ങളും ഈ നിമിഷം തമ്പുരാൻ അഴിച്ചു തരും.
വിശ്വസിക്കുക. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണുമെന്ന് തിരുവചനം പറയുന്നു. ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ സ്തുതിയുടെ നിമിഷങ്ങളില് എന്റെ നല്ല തമ്പുരാന് എന്റെ പ്രാർത്ഥന കേട്ടുകഴിഞ്ഞുവെന്ന് ഓർത്തുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്താം. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നുറുങ്ങിയ ഹൃദയത്തെ കർത്താവ് നിരസിക്കുകയില്ല എന്ന് വചനം പറയുന്നു. ഹൃദയം നുറുങ്ങി മനസ്സിൽ തമ്പുരാനെ കണ്ടുകൊണ്ട് നമുക്ക് ദൈവത്തിരുസന്നിധിയിൽ നിൽക്കാം. പരിശുദ്ധ അമ്മ ഇവിടെയുണ്ട്, വിശുദ്ധരുണ്ട്, മാലാഹമാരുണ്ട്. അവരുടെ എല്ലാം മധ്യസ്ഥ യാചിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നല്ല ദൈവത്തെ നമുക്ക് പാടി സ്തുതിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിരുസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആടിപ്പാടി എല്ലാം മറന്ന് നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഭൂസ്വർഗങ്ങൾ സൃഷ്ടിച്ചവനെ നാമൻ സ്തുതിച്ചവോ. താതനെയും പുത്രനെയും പരിശുദ്ധാത്മനെയും ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. താതനെയും പുത്രനെയും പരിശുദ്ധാത്മനെയും ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവിന്റെ മനസ്സിനും ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണ് ദൈവസ്തുതികൾ. പ്രിയപ്പെട്ടവരെ, മറക്കാതെ ആത്മാർത്ഥമായി മറ്റുള്ളവരെ ഒന്നും ശ്രദ്ധിക്കാതെ വീണ്ടും വീണ്ടും നമുക്ക് ദൈവത്തെ സ്തുതിച്ച് പാടി ആരാധിക്കാം. കുഞ്ഞുങ്ങൾ തൻ ചുണ്ടുകളിൽ പോലും സ്തുതികൾ നിറച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. കുഞ്ഞുങ്ങൾ തൻ ചുണ്ടുകളിൽ പോലും സ്തുതികൾ നിറച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ശിവയോൻ തൻ കൈകളിൽ നാഥനെ സ്തുതിച്ചുയർത്തിയവോ. ഉന്നതനെ ആരാധിക്കുന്നു. സൃഷ്ടിച്ചവനെ നാഥൻ സ്തുതിച്ചവോ. താതനെയും പുത്രനെയും പരിശുദ്ധാത്മനെയും ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. തിരുവചനം പറയുകയാണ്, അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വെക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തുവെന്ന്. അതെ, ശിശുക്കൾക്കാണ്, ശിശു ഹൃദയമുള്ളവർക്കാണ് കർത്താവ് വെളിപ്പെട്ട് കിട്ടുന്നത്. നമ്മുടെ മനസ്സിലെ എല്ലാ അഹങ്കാരവും നമുക്ക് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അടിയറ വയ്ക്കാം. എൻ്റെ സ്ഥാനമാനം നമുക്ക് മറക്കാം, നമ്മുടെ ജോലിയെ മറക്കാം. എല്ലാം മറന്നുകൊണ്ട് ഒരു കൊച്ചു കുഞ്ഞ് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ എങ്ങനെയായിരിക്കുന്നു അതുപോലെ എല്ലാം മറന്ന് ആത്മാവിൽ ജ്വലിച്ച് നമ്മുടെ കരങ്ങൾ നമുക്ക് സ്വർഗത്തിലേക്ക് ഉയർത്താം.
നാഥനിതാ നമ്മുടെ മുമ്പിലിതാ കരഘോഷം മുഴക്കിടാം അവനെ സ്തുതിച്ചിടാം ഇസ്രായേൽ നാഥനിതാ നമ്മുടെ മുമ്പിലിതാ കരഘോഷം മുഴക്കിടാം അവനെ സ്തുതിച്ചിടാം യോഹന്നാൻ മരുഭൂമിൽ കത്തി ജ്വലിച്ചതുപോൽ യേശുവിനായി നമുക്കുമെന്നും കത്തി ജ്വലിച്ചിടാം യോഹന്നാൻ മരുഭൂമിൽ കത്തി ജ്വലിച്ചതുപോൽ യേശുവിനായി നമുക്കുമെന്നും കത്തി ജ്വലിച്ചിടാം സ്വർഗ്ഗസ്ഥിരനാം താതനെ നാഥൻ ആരാധിച്ചതുപോൽ ഭൂസ്വർഗ്ഗങ്ങൾ സൃഷ്ടിച്ചവനെ നാഥൻ സ്തുതിച്ചതുപോൽ താതനെയും പുത്രനെയും പരിശുദ്ധാത്മനെയും ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു സ്വർഗ്ഗസ്ഥിരനാം താതനെ നാഥൻ ആരാധിച്ചതുപോൽ ഭൂസ്വർഗ്ഗങ്ങൾ സൃഷ്ടിച്ചവനെ നാഥൻ സ്തുതിച്ചതുപോൽ താതനെയും പുത്രനെയും പരിശുദ്ധാത്മനെയും ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. ദൈവത്തിന് സ്തുതി.